പലതരത്തിൽ നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്യാറുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ ഫ്രൈ ചെയ്യുന്നത് വേറെ രീതിയിലാണ് കേട്ടോ. ഇതാവുമ്പോൾ നമുക്ക് നല്ല സോഫ്റ്റായിട്ട് കിട്ടുകയും ചെയ്യും. പിന്നെ അത് മാത്രമല്ല മസാലയൊന്നും പുറത്ത് പോവാതെ നല്ല കോട്ടിംഗ് ആയിട്ട് പിടിച്ചിട്ട് നല്ല ഉള്ളിലൊക്കെ നല്ല സോഫ്റ്റായിട്ട് ഉണ്ടാവുകയും ചെയ്യും കേട്ടോ. അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റാണ്. ഇതിന് വേണ്ടിയിട്ട് ഞാൻ 1 കിലോ ചിക്കൻ വലിയ പീസായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും അതേപോലെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പാകത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കൊരു അരമണിക്കൂറൊന്ന് മാറ്റി വെക്കാം കേട്ടോ. ഈ ഒരു അരമണിക്കൂർ കൊണ്ട് നമുക്ക് ഇതിലോട്ടുള്ള ഒരു അരപ്പ് തയ്യാറാക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇത്രയും സംഭവങ്ങൾ എടുത്തിട്ടുണ്ട്. ഒരു 5-8 ചുവന്നുള്ളി, അതുപോലെ തന്നെ വെളുത്തുള്ളി, ഒരു 5-6 അല്ലി വെളുത്തുള്ളി, തൊലിയോട് കൂടിയുള്ള വെളുത്തുള്ളി എടുത്തിട്ടുള്ളത് കേട്ടോ. നല്ലപോലെ കഴുകിയതിന് ശേഷം തൊലിയോട് കൂടിയാണ് എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഒരു ഇഞ്ച് വലിപ്പമുള്ള ഇഞ്ചിയുടെ പീസ്, പിന്നെ അതുപോലെ തന്നെ ഒരു 3-4 വറ്റൽമുളക്, കുറച്ച് മല്ലിയില, ഇത്രയും കൂടി എടുത്തിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതെല്ലാം കൂടി നമുക്കൊരു മിക്സിയുടെ ജാറിലോട്ട് ഇട്ടിട്ട് ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കണം. മിക്സിയുടെ ജാറിലോട്ട് ഞാൻ ആദ്യം ഒരു ചെറുനാരങ്ങയുടെ നീരാണ് ആദ്യം ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. പിന്നെ ഒരു കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ വലിയ ജീരകം, അതുപോലെ തന്നെ കോൺഫ്ലവർ, ഒരു 2 ടേബിൾ സ്പൂണോളം കോൺഫ്ലവറും കൂടി ചേർത്തിട്ട് നമ്മൾ എടുത്ത് വെച്ച ചുവന്നുള്ളി, വെളുത്തുള്ളി, വറ്റൽമുളക്, ഇഞ്ചിയുടെ പീസ്, അതുപോലെ തന്നെ എല്ലാം കൂടി ഉണ്ടല്ലോ, മല്ലിയില, കറിവേപ്പില, അതെല്ലാം കൂടി നമുക്ക് ഇതിൻ്റെ മുകളിലോട്ട് ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കട്ടോ. നല്ലപോലെ അരയാൻ പാടില്ല, ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുന്നതാണ് നല്ലത്. നല്ലപോലെ പേസ്റ്റായിട്ട് അരിഞ്ഞാൽ വേറൊരു ടേസ്റ്റാണ്, ക്രഷ് ചെയ്തിട്ടിടുമ്പോൾ വേറൊരു ടേസ്റ്റുമാണ് കേട്ടോ. അപ്പോൾ നമുക്ക് നല്ലപോലെ അരയണ്ട, കുറച്ചൊന്ന് എന്ന് വെച്ചാൽ നല്ലപോലെ അത്യാവശ്യം ഒന്ന് ഒതുങ്ങി വരികയും വേണം, വലിയ പീസായിട്ട് കിടക്കാൻ പാടില്ല. ആ ഒരു രീതിക്ക് ഗ്രൈൻഡ് ചെയ്തതിന് ശേഷം നമ്മൾ എടുത്ത് വെച്ച ചിക്കൻ പീസസിലോട്ട് ഇതിട്ടിട്ട് നല്ലപോലെ കൈ വെച്ചിട്ട് മിക്സാക്കി കൊടുത്തതിന് ശേഷം വീണ്ടും അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കുക. അതിനുശേഷം ഒരു ഫ്രൈ പാനിൽ വെളിച്ചെണ്ണയിലാണ് അത് ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഇനിയിപ്പോൾ ഏത് ഓയിലായാലും കുഴപ്പമില്ല, നിങ്ങൾ ഏത് കുക്കിംഗ് ഓയിലാണോ ഉപയോഗിക്കുന്നത് അതിൽ നല്ലപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ നല്ല അടിപൊളി ചിക്കൻ ഫ്രൈ റെഡിയായി. ഇത് നമുക്ക് എല്ലാത്തിൻ്റെ കൂടെയും സൈഡ് ഡിഷായിട്ട് സെർവ് ചെയ്യാൻ പറ്റും. ബിരിയാണിയുടെയും നെയ്ച്ചോറിൻ്റെയും സാദാ ചോറിൻ്റെയും പിന്നെ അതുപോലെ പത്തിരി, പൊറോട്ട എന്നിവയുടെ കൂടെ ഒക്കെ സെർവ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ചിക്കൻ ഫ്രൈ ആണ്. ഇനിയിപ്പോൾ ഒന്നുമില്ലെങ്കിൽ തന്നെ ഒറ്റയ്ക്ക് കഴിക്കാനും നല്ല അടിപൊളി ടേസ്റ്റ് കേട്ടോ. എയർ ഫ്രൈ ചെയ്തിട്ടൊക്കെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കട്ടോ.